ദേശീയപാതാ വികസനം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് ജി സുധാകരൻ. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കാസർഗോഡ് മുതൽ ഇവിടെ നമ്മുടെ തമിഴ്നാട് അതിർത്തി വരെയുള്ള നമ്മുടെ നാഷണൽ ഹൈവേ 2 വർഷത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സ്ഥലമേറ്റെടുക്കലടക്കം നമ്മുടെ ഗവൺമെൻറ് ചെയ്തു വരികയാണ്. മറ്റു വാർത്തകളിലേക്ക്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. സുപ്രധാനമായ ചരക്ക് സേവന നികുതി ബിൽ ഇത്തവണ പാസ്സാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷ. എന്നാൽ കശ്മീർ, അരുണാചൽ, ഉത്തരാഖണ്ഡ് വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും. കുളച്ചൽ തുറമുഖത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിലെ പ്രതിഷേധം കേരള എംപിമാർ സഭയിൽ ഉയർത്തും. കേന്ദ്ര മന്ത്രിക്ക് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. രാജ്യസഭയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇത്തവണത്തെ വർഷകാല സമ്മേളനത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സുപ്രധാന ചരക്ക് സേവന നികുതി ബില്ലടക്കം 40-ലധികം ബില്ലുകളാണ് ഇത്തവണ സഭയുടെ പരിഗണനയിൽ വരുന്നത്. കോൺഗ്രസിന്റെയും മറ്റു പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ തേടി സർക്കാർ വിളിച്ച യോഗത്തിൽ ബില്ലുകൾ പാസാക്കുന്നത് ശുഭകരമാകില്ലെന്ന സൂചനയാണുള്ളത്. അരുണാചലിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച നീക്കത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയും പ്രതിപക്ഷം ആയുധമാക്കും. മോദി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന ആക്ഷേപം സുപ്രീം കോടതി ശരിവച്ചതും കോൺഗ്രസ് സഭയിൽ ഉന്നയിക്കും. കാശ്മീരിൽ സംഘർഷം ആളിക്കത്തുമ്പോൾ പാകിസ്ഥാൻ മുതലെടുപ്പിന് അവസരം നടത്തുന്നത് മോദി സർക്കാരിന്റെ നയതന്ത്ര വീഴ്ചയാണെന്നും പ്രതിപക്ഷം ഉന്നയിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന് ഭീഷണി ഉയർത്തി കുളച്ചിലിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേരള എംപിമാർ സഭയിൽ രംഗത്തുവരും. മുല്ലപ്പെരിയാർ വിഷയത്തിന് പിന്നാലെ കേരള തമിഴ്നാട് എംപിമാരുടെ ഏറ്റുമുട്ടലിനും സഭാതലം സാക്ഷ്യം വഹിച്ചേക്കും. ബീഫിന്റെ പേരിൽ ദാദ്രയിൽ കൊല്ലപ്പെട്ട അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ FIR ചുമത്തിയ നീക്കവും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംഘർഷത്തിന് 10ാം ദിവസവും അയവില്ല. പ്രതിഷേധക്കാർ PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനം ആക്രമിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ 2000 CRPF ജവാന്മാരെയും അധികം വിന്യസിച്ചു. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുകയാണ്. മനു, കശ്മീർ താഴ്വാരം സമാധാനത്തിലേക്ക് എത്തുന്നില്ല. 10 ദിനങ്ങൾക്ക് ശേഷവും കേന്ദ്ര സർക്കാരിൻ്റെതടക്കമുള്ള പരാജയം കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതാണ്. താഴ്വാരത്തു നിന്നും ഏറ്റവും പുതിയതായി എത്തുന്ന വിവരങ്ങൾ. കാശ്മീർ എന്തായാലും സംഘർഷം 10ാം ദിവസവും തുടരുകയാണ്. PDP MLAയുടെ വാഹനത്തിന് നേരെയും ഇന്ന് ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. കശ്മീർ താഴ്വാരത്ത് വീണ്ടും സംഘർഷം ഒരിക്കൽ കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 10 ദിവസമായി സംഘർഷത്തിന് അയവില്ല എന്നതിന് പുറമെ ഇന്ന് ഭരണകക്ഷിയായ PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനം കൂടി ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കനത്ത വീഴ്ച, കശ്മീരിൽ BJP സർക്കാരിന്റെയും PDP സർക്കാരിന്റെയും കനത്ത വീഴ്ച കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ അതിന്റെ പ്രതിഷേധം ഉയരുന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന്റെ വിവരങ്ങളാണ് മനു ശങ്കരൻ നൽകി വന്നത്. മറ്റു വാർത്തയിലേക്ക് പോകാം. തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷവുമായും ജനങ്ങളുമായും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് ത്വയ്യിബ് എർദുഗാൻ. ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സൈനിക നീക്കം പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് എർദുഗാന്റെ നിലപാട്. അതേസമയം സൈനിക അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 6000-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്നും നീതിന്യായ വകുപ്പ് മന്ത്രി ബഗിർ ബുസ്താഹ് മാധ്യമങ്ങളെ അറിയിച്ചു. വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള 34 സൈനിക ജനറൽമാർ പിടിയിലായവരിലുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നടന്ന റെയ്ഡിലാണ് ഇവർ പിടിക്കപ്പെട്ടത്. ഇപ്പോഴും റെയ്ഡ് തുടരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിന്റെ അഴിമതി അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്താൻ സർക്കാർ ആലോചന. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ M ബീന നടത്തിയ അന്വേഷണത്തിൽ വ്യാപക അഴിമതി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ ആലോചിക്കുന്നത്. അതേസമയം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും സൂചനയുണ്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിൽ കോൺഗ്രസ് നേതാക്കളായ സുനിൽ C. കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവർ ചെയർമാനും ജനറൽ സെക്രട്ടറിയുമായിരിക്കെ നടന്ന വ്യാപക അഴിമതിയും വെട്ടിപ്പുമാണ് ഡോക്ടർ M ബീന നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത്. എന്നാൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ M ബീന നടത്തിയ അന്വേഷണത്തിലെ ശുപാർശകൾ കഴിഞ്ഞ UDF സർക്കാർ മുക്കുകയായിരുന്നു. പണം വാങ്ങി അനധികൃത നിയമനങ്ങൾ, റെഡ് ക്രോസിന്റെ സ്വത്ത് പണയപ്പെടുത്തി വാഹനങ്ങൾ വാങ്ങൽ, സ്വകാര്യ പ്രസിൽ സ്റ്റാമ്പ് അച്ചടിച്ചതിൽ കോടികളുടെ അഴിമതി, സംഭാവനകളിലെ വെട്ടിപ്പ്,
ബന്ധുക്കൾക്ക് അനധികൃതമായി ജോലി നൽകിയത് എന്നിവയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ഘടകം ഭരണസമിതി പിരിച്ചുവിട്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിജിലൻസിനെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നും ഡോക്ടർ എം ബീന നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുമായി സർക്കാർ ആശയവിനിമയം നടത്തി. ക്രൈംബ്രാഞ്ചിലെ എക്കണോമിക് ആൻഡ് ഒഫൻസ് വിങ്ങിനെയായിരിക്കും അന്വേഷണം ഏൽപ്പിക്കുക. അന്വേഷണം കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടപടിക്രമങ്ങൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, നിർണായകമായ ബില്ലുകൾ അടക്കം പാസ്സാക്കാനുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. കശ്മീർ, ഉത്തരാഖണ്ഡ് അടക്കമുള്ള, അരുണാചൽ പ്രദേശ് അടക്കമുള്ള വിഷയങ്ങൾ ഒക്കെയും സഭയെ പ്രക്ഷുബ്ധമാക്കും. വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ? ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണോ? സന്തോഷ് കേൾക്കാമെങ്കിൽ വർഷകാല സമ്മേളനത്തിന് തുടക്കം. ജിംഷാദ്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ലോക്സഭയിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മന്ത്രിമാരെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇക്കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിമാരായി സഹമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ തുടങ്ങിയവരെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് സഭയ്ക്ക്. അതിനു മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിവിധ പാർട്ടികളുടെ ഉണ്ടായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ എങ്ങനെ സമ്മേളനം നടത്തിക്കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പ്രധാനമായും നടന്നു. 20 ബില്ലാണ് ഇപ്പോൾ ഈ വർഷകാല സമ്മേളനത്തിൽ പാസ്സാക്കാനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏത് ബില്ലിന്റെ കാര്യത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സമ്മേളനത്തിന് മുമ്പ് നരേന്ദ്രമോദി തന്നെ അറിയിക്കുകയും ചെയ്തു. കാരണം പ്രധാനമായും GST ബിൽ സംബന്ധിച്ച് കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് എന്നിവരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ടതിന് കേന്ദ്ര ധനകാര്യ മന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുകയും ചെയ്തു. കാരണം GST ബിൽ രാജ്യസഭയിൽ പാസ്സാക്കിയിട്ടില്ല. നരേന്ദ്രമോദിയുടെ സ്വപ്ന ബില്ലായി കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ പാസ്സാക്കാത്തത് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് വർഷകാല സമ്മേളനത്തിലെങ്കിലും അത് പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതേസമയം പ്രതിപക്ഷമാകട്ടെ അരുണാചൽ വിഷയത്തിലടക്കം കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാനങ്ങളുടെ ഭരണത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പാർലമെന്റ് ഇരുസഭകളിലും നോട്ടീസ് നൽകിയിരിക്കുന്നു. കൂടാതെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIM അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള P. കരുണാകരൻ MPയും രാജ്യസഭയിൽ സീതാറാം യെച്ചൂരിയുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും ഇതേ വിഷയം ഉന്നയിച്ച് നൽകിയിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്ന് MP രാജേഷ് MP കേരളത്തിൽ നിന്ന് കാണാതായ 21 പേരെ സംബന്ധിച്ച് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ അല്പസമയത്തിനകം വ്യക്തമാക്കും. ബിൽ ചർച്ചയ്ക്കെടുക്കുമോ, പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിംഗ് MP അന്തരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സുമിത്ര മഹാജൻ സംസാരിക്കുകയാണ്. ലോക്സഭ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? പ്രത്യേകിച്ചും കേരളത്തിൻ്റെതായ വിഷയങ്ങൾ കൂടിയുണ്ട് എന്ന് സഭയിൽ വരാൻ. കുളച്ചൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ MPമാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയം അവതരിപ്പിക്കും എന്നും ഇന്നലെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുമായുള്ള യോഗത്തിലാണ് ഇത്തരത്തിൽ ആവശ്യവും ഉയർന്നത്, തീരുമാനമുയർന്നത്. ഇതൊക്കെയും വരും. ജിംഷാദ്, കേരളത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ ഇന്നലെ ചേർന്ന MPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. വർഷകാല സമ്മേളനത്തിൽ തന്നെ വിഴിഞ്ഞം പദ്ധതി, അത് തകർക്കുന്ന കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നടപടി എന്നിവ എതിർത്തുകൊണ്ട് പ്രമേയങ്ങൾ നൽകാനും ഇക്കാര്യത്തിൽ കേരളത്തിന്റെ വികാരം സഭയെ അറിയിക്കാനുമുള്ള ശ്രമം നടത്തും എന്ന് MPമാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലോക്സഭ അന്തരിച്ച MPമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ സഭ വീണ്ടും ചേരും. ഈ സഭാ സമ്മേളനത്തിലായിരിക്കും, നാളെ മുതലുള്ള സഭാ സമ്മേളനത്തിലായിരിക്കും ഇത്തരം വിഷയങ്ങൾ CPIM നേരത്തെ അവതരിപ്പിച്ച വിലക്കയറ്റം സംബന്ധിച്ചും പിന്നെ കേരളത്തിൽ നിന്ന് കാണാതായ 21 പേരെ കുറിച്ചുള്ള അന്വേഷണം സംബന്ധിച്ചും ഒക്കെ ചർച്ചയ്ക്ക് എടുക്കുക. അതോടൊപ്പം ഈ വിഴിഞ്ഞം പദ്ധതി, തുറമുഖം, കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ MPമാർ ഒറ്റക്കെട്ടായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്.
വർഷകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. പാർലമെന്റിൽ ലോക്സഭയിൽ ഇപ്പോൾ എംപിമാർക്ക് അന്തരിച്ച എംപിമാർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയാണ്. ഒട്ടനവധി വിഷയങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്താനിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെതടക്കം. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. 2.5 വയസ്സിൽ പൊള്ളലേറ്റതിൻ്റെ ദുരിതം പേറുകയാണ് വിഷ്ണുപ്രിയ എന്ന 4 വയസ്സുകാരി. തിരുവനന്തപുരം ചിറമുക്ക് സ്വദേശി ഷിബുവിൻ്റെ മകളാണ് ഈ കുരുന്ന്. വിഷ്ണുപ്രിയയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. രണ്ടര വയസ്സിൽ ദേഹത്ത് തിളച്ച ചായ വീണാണ് വിഷ്ണുപ്രിയയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റത്. എന്നാൽ ഇന്ന് 4-ാം വയസ്സിലും ആ ദുരന്തത്തിന്റെ നീറ്റൽ ഈ കുഞ്ഞു ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. പൊള്ളലേറ്റ ഭാഗങ്ങളിൽ വ്രണം വന്ന് വേദന അനുഭവിക്കുകയാണ് ഇന്ന് ഈ കുരുന്ന്. ഇത് ഈ ഹോള് പഴുത്ത് പൊട്ടിയതിനു വെച്ചാൽ അവിടെ ഒരു ഹോളായിട്ട് കിടക്കും. പിന്നെ ഓയിൽമെൻ്റൊക്കെ ഇടുമ്പോൾ അതങ്ങ് അടയും. അപ്പോൾ അതിങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്ത് പൊട്ടും. അതുകൊണ്ട് വേദനയാണ്, കുളിപ്പിക്കാൻ പറ്റത്തില്ല, ദേഹത്ത് തൊടാനേ സമ്മതിക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു സർജറി നടക്കുന്നതുകൊണ്ടാണ് സ്കൂളിൽ ചേർക്കാത്തത്. ഇല്ല ഇപ്പോൾ സ്കൂളിൽ ചേർക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാത്രമേ വിഷ്ണുപ്രിയ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താനാകൂ. എന്നാൽ വൻ ചിലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്കായി എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കളായ ഷിബുവും ബീനയും. ഓട്ടോ ഡ്രൈവറായ ഷിബുവിന്റെ വരുമാനം മകളുടെ ഇപ്പോഴത്തെ ചികിത്സയ്ക്ക് തന്നെ തികയുന്നില്ല. തിരുവനന്തപുരം ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ 6-അംഗ നിർധന കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇനി ഏക പ്രതീക്ഷ. സഹൃദയർക്ക് ബീനയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ വിഷ്ണുപ്രിയയ്ക്ക് സഹായമേകാം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് അഴിമതിയിൽ നീതിയുക്തമായി അന്വേഷിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായാൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം. ജസ്റ്റിസ് കെമാൽ പാഷയുടേതാണ് നിർദ്ദേശം. 2 കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി സമീർ ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിൻഷാദ്, മലബാർ സിമന്റ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളായിരുന്നു നേരത്തെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഒന്ന്, പ്രധാനമായും ഇതിനകത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോഴാണ് കോടതി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വിജിലൻസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായും നീതിയുക്തമായിട്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത് എന്നും ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശത്തോടുകൂടിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് കോടതി ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന വേളയിൽ എന്തെങ്കിലും വീഴ്ചയുണ്ട് എങ്കിൽ പരാതിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ച 2 കാര്യങ്ങൾ ഇപ്രകാരമാണ്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും എല്ലാം നടന്നു വരികയാണ്. തൃശൂർ വിജിലൻസ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വരുന്നത് എന്നുള്ളതും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഈ 2 കേസുകൾ ഒന്ന് ഇപ്രകാരമാണ്. ഒന്ന്, കരാർ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് മുൻ MD ആയിരുന്നുള്ള M സുന്ദരമൂർത്തി, അതോടൊപ്പം തന്നെ ചാക്ക് രാധാകൃഷ്ണൻ എന്നിവർ പ്രതിപട്ടികയിലുള്ള ഈ ഒരു കേസും അതോടൊപ്പം തന്നെ സിമന്റ് വിതരണത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസും ഇപ്പോഴത്തെ MD പത്മകുമാർ ഉൾപ്പെടുന്ന പ്രതികളാണ് ഇതിൽ പ്രതിപട്ടികയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ 2 കേസുകളുടെയും അന്വേഷണം നടന്നു വരുന്നു എന്നുള്ള കാര്യമാണ് കോടതിയെ അറിയിച്ചത്. ഇത്തരം കാര്യങ്ങൾ കോടതി ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷമായിരുന്നു കർശന നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർക്ക് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ഹർജി തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ ഏകജാലക സംവിധാനം നടപ്പാക്കുമെന്നും യുവ സംരംഭകർക്ക് സർക്കാർ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ കൊച്ചിയിൽ പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ കൂടിയായ VKC മുഹമ്മദ് കോയ, K ആൻസലൻ MLA എന്നിവരെയും ആദരിച്ചു. സ്വീകരണ പരിപാടിയിൽ കൽദായ സുറിയാനി സഭാധ്യക്ഷൻ ബിഷപ്പ് യോഹന്നാൻ യോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളായ ബിന്നി ഇമ്മട്ടി, ES ബിജിമോൾ, വ്യവസായ പ്രമുഖരായ TS പട്ടാഭിരാമൻ, ഡോക്ടർ സുന്ദർ മേനോൻ, ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്ന ക്ഷേത്ര നടപ്പന്തൽ അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും പന്തൽ തകരാൻ സാധ്യത. കൊല്ലം മേജർ ആനന്ദവല്ലീശ്വരം ശിവക്ഷേത്രത്തിലാണ് അപകടം വിതയ്ക്കാൻ വിശ്വാസികൾക്കായി പന്തൽ കാത്തിരിക്കുന്നത്.
മൂന്നാഴ്ച മുമ്പ് കാറ്റത്തും മഴയത്തും ആൽമരം വീണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ ആസ്പെറ്റാസ് മേഞ്ഞ നടപ്പന്തൽ ഭാഗികമായി തകർന്നു. ബാക്കി ഭാഗത്തെ മേൽക്കൂര ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലുമാണ്. നിരവധി ഭക്തജനങ്ങൾ വന്നുപോകുന്നതിനാൽ ജീവാപായം വരെ സംഭവിക്കുമെന്ന ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ദേവസ്വം ബോർഡിന് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. അമ്പലത്തിന് മുമ്പിൽ നിന്ന് ആൽമരം ഒടിഞ്ഞു വീഴുകയും ആ ഒടിഞ്ഞു വീണ് നടപ്പന്തല് പരിപൂർണമായിട്ട് നശിക്കുകയും അത് ബന്ധപ്പെട്ട അധികാരികളിലെല്ലാം അറിയിക്കുകയും ചെയ്തിട്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം ഈ നിമിഷം വരെ ആരും അതിന് തിരിഞ്ഞു നോക്കാതെ കിടക്കുകയാണ്. ഇത്രയും പ്രസിദ്ധമായി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് കാണിക്കുന്ന അനാസ്ഥ ഭക്തജനങ്ങൾ അതിന് പ്രതികരിക്കാനും സമരമാർഗങ്ങളിലേക്ക് ഇറങ്ങാനും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ നിലയിലാണ്. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം വക കെട്ടിടത്തിൽ ആലുകൾ കൈയടക്കി. എല്ലാറ്റിനും സാക്ഷിയായി ദേവസ്വം എഞ്ചിനീയറിംഗ് ഓഫീസും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറെ കൌതുകം. ക്ഷേത്രക്കുളം സംരക്ഷിക്കാനും പദ്ധതിയില്ല. പഞ്ചലോഹ വിഗ്രഹങ്ങളും തിരുഭാഭരണ സൂക്ഷിപ്പ് കേന്ദ്രവും ആനന്ദവല്ലീശ്വരം ക്ഷേത്ര കാമ്പൌണ്ടിലാണെന്നത് അവഗണിക്കുന്നവർ വിസ്മരിക്കുന്നുവെന്നാണ് വിശ്വാസികളുടെ പരാതി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആറന്മുളയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി. ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യക്കെത്തിയ കീഴ്ച്ചേരിമേൽ പള്ളിയോടം മറിഞ്ഞാണ് അപകടമുണ്ടായത്. ചെങ്ങന്നൂർ സ്വദേശികളായ രാജീവ്, വൈശാഖ് എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 11:30 ആറന്മുളയിലെ സത്രക്കടവിനടുത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. മലയാളിയും ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ കരുൺ നായർ നേർച്ച വള്ളസദ്യ നടത്തുന്ന കീഴ്ച്ചേരിമേൽ പള്ളിയോടം അമ്പലക്കടവിലേക്ക് അടുക്കുന്ന സമയത്ത് മണൽപുറ്റിലിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. കരുൺ നായരും അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്നു. അപകടം നടന്ന ഉടനെ നാട്ടുകാരും മറ്റ് പള്ളിയോടങ്ങളിലെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ മറ്റുള്ളവരെയെല്ലാം കരക്കെത്തിക്കാൻ കഴിഞ്ഞു. പള്ളിയോടത്തിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നതിൽ വ്യക്തതയില്ലാതിരുന്നതാണ് എല്ലാവരും രക്ഷപ്പെട്ടെന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീടാണ് രണ്ടുപേരെ കാണാതായതായി സ്ഥിരീകരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനായെത്തിയ ഫയർഫോഴ്സിന് മതിയായ സംവിധാനങ്ങളില്ലാതിരുന്നത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. ജലനിരപ്പ് അടിക്കടി ഉയരുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. തുടർന്ന് ആലപ്പുഴയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.